മട്ടന്നൂർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പഴശ്ശി ഡാമിന് സമീപത്തും റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയ അവസ്ഥയിലാണ്. 2 ദിവസമായി തുടർന്ന ശക്തമായ മഴയിൽ മട്ടന്നൂർ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. നായ്ക്കാലി പുഴയിൽ ശക്തമായ നീരൊഴുക്കാണ്. ഈ മേഖലയിൽ കൃഷിയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലാണ്. വ്യാപക കൃഷിനാശമുണ്ടായിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉള്ളതായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും പഴശ്ശി ഡാം പരിസരത്ത് വെള്ളം കയറി. ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് പഴശ്ശി ഡാമിലെ ജലനിരപ്പ് അപ്രതീക്ഷിതമായി ഉയർന്നത്. തുടർന്ന് അടിയന്തരമായി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ഡാമിൻ്റെ താഴെ ഭാഗത്ത് ജലനിരപ്പ് ഉയരുകയായിരുന്നു. തില്ലങ്കേരിയിൽ നിന്നും കൊട്ടാരം വഴി ഡാമിൻ്റെ താഴെ ഭാഗത്ത് പുഴയിൽ എത്തിച്ചേരുന്ന തോട്ടിലെ വെള്ളത്തിൻ്റെ പുഴയിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുകയും തോട്ടിലെ വെള്ളം കൊട്ടാരം പാലത്തിന് സമീപം ഉയർന്ന് സമീപത്തേക്കുള്ള റോഡിലേക്കും പറമ്പിലേക്കും വെള്ളം കയറുകയുമായിരുന്നു. ഇതേ തുടർന്ന് പഴശ്ശി ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അല്ലാണ്ട് ഓനങ്ങ് തുറന്നു വിട്ടോ നിങ്ങൾക്ക് അധികാരം തരണ്ടിക്കില്ലേ? ഓനാരാ? അല്ല, ഓനക്ക് അറിയില്ല, ഓനക്ക് മാനസിക അങ്ങനെ മാനസിക മെമ്പറോട് പോയായിരുന്നു. നിങ്ങൾ രണ്ടാളും പറഞ്ഞനുസരിച്ച് നാളെ ഇപ്പം നാളെ വെള്ളം ഉണ്ടാവുക ഉണ്ടാവില്ല. ഈ വെള്ളം ഓവർ കയറുമ്പോ FR കഴിഞ്ഞിട്ടാകുമ്പോ ഇവരൊന്ന് വെള്ളം തുറന്നു കളക്കുക. തുറന്നു കളക്കുമ്പോ നമ്മളെല്ലാം വെള്ളത്തില് ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായി എല്ലാ പറയുന്നത് ഈ വെള്ളം കയറി ഞങ്ങൾ ദുരിതാനുഭവിക്കുന്നു. എന്നിരിക്കാൻ അവിടുത്തെ എയ്മാരും ഓഫീസർമാരും MLA അടക്കം പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാവില്ല, വെള്ളം മെയ് 30 തുറന്നു നിൽക്കുകയും ആഗസ്റ്റ് 30 ശേഷം അടക്കുകയും ചെയ്യില്ല എന്ന് ഉറപ്പ് വന്നിട്ടാ പോയി. പക്ഷെ ഇപ്രാവശ്യം അതേപോലെ തുടരുന്നു. കൊട്ടാരം പെരിയത്തിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങിയ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.